അങ്ങനെ ഇന്നത്തെ പട്ടിഷ കഴിഞ്ഞു. ഇനി പട്ടിഷോ വൈകിട്ട് കോളേജ് വിടുമ്പോൾ. ഓക്കെ, കാണാം കോളേജ് വിടുമ്പോൾ. അയ്യോ, കാലം പോയോ? അയ്യോ, ഇപ്പഴൊരു ആശ്വാസമായത്. നടുവിനൊക്കെ എന്തോ വേദനയാ, ഒരട്ട പെറ്റ സുഖം. അയ്യോ, എന്തുവായിരുന്നു? അയ്യോ, എന്തോ പറ്റിയിടാ? എന്ത് പറ്റിയെന്നോ? നിനക്കറിയാലോ ഞാനൊരു ചെറിയ നൂൽക്കമ്പിയുടെ ബലത്തിലായിരുന്നു കളിക്കുന്നതെന്ന്. എടാ, അവന് പ്രാന്താടാ. കണ്ട പെമ്പിള്ളേരെ കണ്ടല്ലോ, ഒറ്റ റേസ് ചെയ്ത് എന്റെ നടുവ് എനിക്കിപ്പം വയ്യാടാ. അയ്യോ, എന്തൊരു വേദനയെന്നറിയോ? എപ്പോഴാ പൊട്ടിപ്പോയത് ദൈവത്തിന് മാത്രം അറിയാവോ? അതാരടാ ഷേരോഗി കിടന്ന് ചുമക്കുന്നത്? സൈലൻസർ അണ്ണോ, എന്താ പറ്റി? അതിനെന്തിനാ ചൂടാവുന്ന കിടന്ന്? എടാ ഞാൻ ചുട്ടുപഴുത്തിരിക്കുന്ന കണ്ടില്ലോടാ, എന്നിട്ടും ചോദിക്കുക എന്തിനാ ചൂടാവുന്നത്? എനിക്കാണ് അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ പാവം, കുഴപ്പമില്ല, കാറ്റൊക്കെ അടിക്കുമ്പോഴേ തണുത്തോളും. കുഴപ്പമില്ല, പേടിക്കണ്ട, മാറിക്കോളും. മാറിയാ നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ അയ്യോടാ, അതാരടാ അടുത്ത അവിടെ നിന്ന് മോങ്ങുന്നേ? എടാ ഗീറെ, നീ എന്തിനാടാ കരയുന്നേ? നിങ്ങൾക്കൊന്നും മനുഷ്യന്മാരെ ചവിട്ട് കൊള്ളണ്ടല്ലോ. താണ്ടെ എന്റെ പുറം കണ്ടോ, ചവിട്ട് കൊണ്ട് കണ്ടോ തഴമ്പിച്ച് കിടക്കുവോ. എനിക്ക് വയ്യ ഇവിടെ ഇങ്ങനെ. എടാ ഗീറെ, നീ ഇപ്പൊ തോണ്ട അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എടാ, നിനക്കൊക്കെ കിട്ടുന്ന വെറും തലോടല് മാത്രമല്ലയോ, എനിക്കങ്ങനാണോ? നിന്നേക്കാളും ഒരു 100 ഇരട്ടി ശക്തിയിലാണ് എനിക്ക് ചവിട്ട് കിട്ടുന്നത്. കിട്ടി എന്റെ പെടലി ഒടിഞ്ഞ്, എന്റെ തമ്പുരാനേ. അയ്യോ, അല്ല, ആ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ എനിക്ക് അങ്ങോട്ടൊരു കാര്യമുണ്ടല്ലോ, എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അല്ലളിയാ, അതെന്തോ നിന്റെ സംശയം? എടാ, അതായത് ഗിയർ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ആണല്ലോ സ്പീഡ് കൂടുന്നതും കുറയുന്നതും. ഈ 5ാമത്തെ ഗിയറിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത്, അല്ലേ? കറക്റ്റല്ലയോ? പക്ഷേ വണ്ടി നിർത്തിയിട്ട് എന്താ 5ാമത്തെ ഗിയർ എടുക്കാത്തെ? നല്ല സ്പീഡിൽ കൂടായോ? അത് മാത്രല്ല, ഈ കേറ്റ് ഗിയറും എന്തിനാ ഗിയർ ഡൗൺ ചെയ്യുന്നേ? കൂട്ടുമല്ലേ വേണ്ടേ? സ്പീഡിൽ പോകണമെങ്കിൽ ഗിയർ കൂട്ടണമല്ലോ, ഇല്ലയോ? ആ പറഞ്ഞതിൽ എന്തോ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് ശരിയല്ലേ? ഡേ മണ്ടത്തരം പറയാതെ, ഓരോരോ മണ്ടത്തരം പറയാ ഒരുത്തിനും അത് കേട്ട് സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറവന്മാര്. ഓ, ഇയാള് വലിയ അറിവിന്റെ നിറകൂട അങ്ങ് പോവുക. എടാ ഗിയറെ, നിനക്ക് അവനെ ചവിട്ട് മാത്രം കൊണ്ടാ പോരെ, ഞാൻ അവന്റെ ആസനം താങ്ങുവാടാ. എന്തോ വാടയാന്നറിയോ? ആ തെണ്ടിയാണെങ്കിൽ ഒന്ന് കുളിക്കത്തൂരില്ല. എടാ സീറ്റ് മോനെ, നിനക്ക് ആസനം മാത്രം താങ്ങിയാ മതിയല്ലോ. ഇവിടെ എന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. അതും ശരിയാ. ആ തെണ്ടിയെ പട്ടി ഷോ കാണിക്കാൻ ടൈം ആകുമ്പോഴേ സീറ്റേ നിന്നിട്ട് എന്റെ നെഞ്ചത്തോട്ടാ കയറിയിരിക്കുന്നത്. പിന്നെ വല്ലതും ആൾക്കാരോട് പറയാൻ കൊള്ളാവോ? എന്നെ നോക്കടേ, കറങ്ങി തല കറങ്ങി നിക്കോടോ. അല്ല, ആ പറഞ്ഞ ശരിയാട്ടോ. കൂട്ടത്തില് ആ പുള്ളിയുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം.